ഓം ശാന്തി. ഞാൻ സ്വയം ആത്മാവാണെന്ന് നിശ്ചയിക്കുന്നു. ഞാൻ ആത്മാ, സർവശക്തിവാൻ, സർവ ഖജനാവിൻ്റെയും ദാതാവായ ശിവ് ബാബയുടെ കിരണങ്ങളാകുന്ന ഛത്രഛായയുടെ കീഴെയാണ്. അവിനാശി ശിവ് ബാബ എന്നിൽ സർവ അവിനാശി ഖജാനകളും നിറച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബാബ സർവ ഖജനാവുകളും സമ്പത്തിന്റെ രൂപത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ ബ്രാഹ്മണ ആത്മാ, സർവ ഖജാനകളിൽ നിന്നും സമ്പന്നമാണ്. എനിക്ക് ബാബയിൽ നിന്നും വലുതിലും വലിയ ജ്ഞാന ഖജാന പ്രാപ്തമാകുന്നു. പരമാത്മജ്ഞാനത്തിന്റെ ആധാരത്തിൽ സംഗമയുഗത്തിൽ തന്നെ മുക്തിയുടെ അനുഭവം ചെയ്യുന്നു. അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ചെയ്യുന്നു. ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ഉണ്ടാകുന്നു. സർവശക്തിവാൻ ശിവബാബയുമായി യോഗം വെക്കുന്നതിലൂടെ ഞാൻ സർവശക്തികളും പ്രാപ്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ സർവ പരമാത്മശക്തികളാലും സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു. ഓൾമൈറ്റി ശിവ് ബാബയുടെ ശ്രീമതത്തിലൂടെ ശ്രേഷ്ഠധാരണയുടെ ഖജാന കിട്ടിയിരിക്കുന്നു. ധാരണയുടെ ഖജാനയിലൂടെ സർവഗുണങ്ങളുടെയും പ്രാപ്തിയുണ്ടാകുന്നു. ഞാൻ സർവഗുണസമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു. സേവയുടെ ഖജാനയിലൂടെ ആശീർവാദങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ഖജാന നിറയുന്നു. വലുതിലും വലിയ ഖജാന, സംഗമയുഗി ഖജാന കിട്ടിയിരിക്കുന്നു. മുഴുവൻ കൽപ്പത്തിലും ഈ സംഗമയുഗത്തിന്റെ സമയം അമൂല്യ ഖജാനയാണ്. ഓരോ സങ്കൽപ്പവും ഓരോ നിമിഷവും അമൂല്യമാണ്. സംഗമയുഗത്തിന്റെ ഈ കല്യാണകാരി സമയത്തിൽ സ്വീറ്റസ്റ്റ് ശിവബാബയും കുട്ടികളും മധുരമിലനം ചെയ്യുന്നു. ഈ ഒരു ജന്മത്തിൽ മാത്രം ഞാൻ അനേക ജന്മത്തിലേക്ക് ഖജാന ശേഖരിക്കുന്നു. ഈ സർവ അവിനാശി ഖജാനകളെ
ഞാൻ എത്രത്തോളം കാര്യത്തിൽ ഉപയോഗിക്കുന്നു അത്രയും വർദ്ധിക്കുന്നു. നിമിത്തഭാവം, നിർമ്മാണഭാവം, നിസ്വാർത്ഥഭാവം, ഇതിലൂടെ ഓരോ ആത്മാവിനെ പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും വെച്ച് എൻ്റെ സർവ ഖജാനകളും സേവയിൽ ഉപയോഗിച്ച് ഞാൻ പുണ്യത്തിൻ്റെ കണക്ക്, ആശീർവാദങ്ങളുടെ കണക്ക് ശേഖരിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു. ഞാൻ സർവ അവിനാശി ഖജനാവുകളാലും സമ്പന്നമാകുന്നു. ഞാൻ ഹയസ്റ്റ്, ഹോളിയസ്റ്റും റിച്ചസ്റ്റുമായ ആത്മാവാണ്. ഞാൻ സമ്പന്ന ആത്മാവാണ്. സർവ ഖജനാവുകളുടെയും സമ്പാദ്യം വർദ്ധിപ്പിച്ച് ഞാൻ ബഹുമതിയോടെ പാസ്സാകുന്നു. ബാബ ഏറ്റവും ഉയർന്നവരും അവിനാശി ഖജനാവുകളാൽ സമ്പന്നരുമായ കുട്ടികളെ കാണുകയാണ്. ഞാൻ അനേക ജന്മം അതിസമ്പന്ന ആത്മാവാണ്. കാരണം ഞാൻ അവിനാശി ഖജനാവുകളാൽ സമ്പന്നനാണ്. ഞാൻ ഓരോ ദിവസവും ഓരോ ചുവടിലും കോടികൾ സമ്പാദിക്കുന്നു. ഞാൻ എൻ്റെ ഭാഗ്യം പരമാത്മാവിലൂടെ ശ്രേഷ്ഠമാക്കി എന്ന ശ്രേഷ്ഠ സ്മൃതിയിലിരിക്കുന്നു. സമയം ഏറ്റവും വലിയ ഖജാനയാണ്. സങ്കൽപ്പവും വലിയ ഖജാനയാണ്. ഓരോ ജ്ഞാനരത്നങ്ങളും ഓരോ ഗുണങ്ങളും ഖജനാവാണ്. ഓരോ ശ്വാസവും ഓർമ്മയിലൂടെ സഫലമാക്കുന്നു. ബാപ്ദാദ ഓരോ കുട്ടിക്കും സർവ ഖജനാവുകളും ബ്രാഹ്മണനാകുമ്പോൾ തന്നെ സമ്മാനമായി നൽകിയിരിക്കുന്നു. അത് ഞാൻ എത്രത്തോളം സമ്പാദിക്കുന്നു, എത്ര നഷ്ടപ്പെടുത്തുന്നു എന്ന് പരിശോധിക്കുന്നു. സമ്പാദിക്കാനുള്ള വിധിയാണ് ബിന്ദുവിടുക. ഞാൻ ബിന്ദു ആത്മാ, ബാബ ബിന്ദു. പിന്നെ ഡ്രാമയിൽ എന്തു സംഭവിച്ചാലും ബിന്ദു, ഫുൾ സ്റ്റോപ്പ്. ഞാൻ ഓരോ ഖജനാവിനെയും ബിന്ദു രൂപത്തിൽ ഓർമ്മിച്ച് സമ്പാദ്യമുണ്ടാക്കുന്നു. ദിവസവും അമൃതവേളയിൽ ഞാൻ സ്വയത്തിന് 3 ബിന്ദുവിൻ്റെ സ്മൃതിയുടെ തിലകം ചാർത്തുന്നു. അപ്പോൾ ഒരു ഖജനാവ് പോലും വ്യർത്ഥമാവുകയില്ല. ഓരോ സമയവും ഓരോ ഖജനാവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സമയത്തിൻ്റെ മഹത്വം ഞാൻ ഓർമ്മിക്കുന്നു.
ഓരോ മണിക്കൂറിലും സമയവും സങ്കല്പവും വ്യർത്ഥമാകുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നു. ബാപ്പുദാദ വീണ്ടും വീണ്ടും പറയുന്നു, ദീർഘകാലത്തെ സമ്പാദ്യം ആവശ്യമാണ്. വളരെ കാലത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ കണക്കുണ്ടാകുകയാണെങ്കിൽ മുഴുവൻ അവകാശവും ലഭിക്കുന്നു. മുഴുവൻ ഖജാനയിലും എത്രത്തോളം ശേഖരിച്ചു വെക്കാൻ സാധിക്കുമോ അത്രയും ഞാനിപ്പോൾ തന്നെ ശേഖരിക്കാൻ പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ സങ്കല്പവും കർമ്മവും, പ്ലാനും പ്രവൃത്തിയും രണ്ടും സമാനമാക്കുന്നു. ബ്രാഹ്മണൻ എന്നാൽ അലൗകികമാണ്. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മഹത്വവും പ്രാപ്തികളും സമാനവും വളരെ വലുതാണ്. സംഗമയുഗത്തിൽ ബാബയുടേതാകുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. ഞാൻ ഈശ്വരീയ ലഹരി പ്രത്യക്ഷമാക്കി വയ്ക്കുന്നു. ആത്മീയ ലഹരി പ്രത്യക്ഷ രൂപത്തിലുണ്ടെങ്കിൽ ഓരോ സെക്കൻഡും സമ്പാദ്യമുണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ സമയത്തെ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ എല്ലാ ഭാരവും ബാബയ്ക്ക് സമർപ്പിക്കുന്നു. ശക്തിശാലി ഓർമ്മയ്ക്ക് മുന്നിൽ പ്രയാസമില്ല. യോഗമെന്നാൽ അഗ്നിയാണ്. ഞാൻ വിശ്വപരിവർത്തനം ചെയ്യാനുള്ള കരാറെടുത്തിരിക്കുന്നു. അപ്പോൾ പ്രയാസങ്ങളില്ലാതാകുന്നു. സംഗമയുഗം ആനന്ദത്തിൻ്റെ യുഗമാണ്. ഭാരമിറക്കാനുള്ള യുഗമാണ്. ജ്ഞാനദർപ്പണത്തിൽ ഞാൻ എൻ്റെ ഭാഗ്യത്തിൻ്റെ ചിത്രം നോക്കുന്നു. ബ്രാഹ്മണ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും പോസിറ്റീവായി കാണുന്നു. അപ്പോൾ പ്രയാസമുള്ളതും സഹജമായി തീരുന്നു. എന്ത് കർമ്മക്കണക്കായാലും യോഗാഗ്നിയിൽ ഭസ്മമാക്കുന്നു. സമ്പാദ്യത്തിൻ്റെ ശേഖരണം വർദ്ധിപ്പിക്കുന്നു. എന്ത് സംസാരിക്കുമ്പോഴും അതിൽ ആത്മീയ ഭാവവും ശുഭഭാവനയും ഉണ്ടാകുന്നു. സമയത്തിൻ്റെ ഖജനാവ്, സംസാരത്തിൻ്റെ ഖജനാവ്, സങ്കല്പങ്ങളുടെ ശക്തികളുടെ ഖജനാവ്, ജ്ഞാനത്തിൻ്റെയും ഗുണങ്ങളുടെയും ഖജനാവ്, ഓരോ ഖജനാവും ഞാൻ പരിശോധിക്കുന്നു. ഈ സർവ ഖജനാവിൻ്റെയും അക്കൗണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പോൾ പറയും ഫുൾ മാർക്ക്, അർത്ഥം ബഹുമതിയോടെ പാസ്സാക്കുന്നു. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്മൃതി സ്വരൂപമാകുന്നു. ഉയർന്ന പിതാവ്, ഉയർന്നവരായ ഞങ്ങൾ ഉയർന്ന കാര്യം ഈ സ്മൃതിയിലൂടെ ശക്തിശാലികളാകുന്ന ബാപ്പ് സമാനമായി ഭവിക്കൂ. മുഴുവൻ വിശ്വത്തിൻ്റെ മുന്നിലും ശ്രേഷ്ഠവും ഉയർന്നവരുമായ ആത്മാക്കൾ
നമ്മളല്ലാതെ മറ്റാരുമില്ല. അതിനാൽ നമ്മൾക്ക് തന്നെ മഹിമയും പൂജയും ലഭിക്കുന്നു. സമ്പൂർണതയുടെ ദർപ്പണത്തിൽ സൂക്ഷ്മബന്ധനങ്ങളെ പരിശോധിക്കുന്നു, അതിൽ നിന്നും മുക്തമാകുന്നു. ഓം ശാന്തി.